കെഎസ്ആർടിസി ബസിനുള്ളിൽ കുപ്പിവെള്ളം സൂക്ഷിച്ചതിന് ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി യൂണിയൻ കൂട്ടായ്മ TDF. നാളെ കെഎസ്ആർടിസി ചീഫ് ഓഫീസിലേക്ക് TDF പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. കെഎസ്ആർടിസി ബസിനുള്ളിൽ കുപ്പിവെള്ളം സൂക്ഷിച്ചതിന് 3 ജീവനക്കാർക്കെതിരെയാണ് നടപടിയെടുത്തത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരാണ് ചേരുന്നത്. റിനു, കുറച്ച് കൗതുകം കൂടിയുള്ള ഒരു കാര്യമാണ്. ഈ ബസിനുള്ളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കുന്നു, അതിന് നടപടിയെടുക്കുന്നു. നടപടി അല്പം കടുത്തുപോയി എന്ന് യൂണിയന് തോന്നുന്നു. ഇപ്പോൾ അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോയ ബസ് ആയൂരിൽ തടഞ്ഞു നിർത്തി KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ രൂക്ഷമായിട്ടുള്ള വിമർശനം ഡ്രൈവർക്കും അതുപോലെ തന്നെ കണ്ടക്ടർക്കുമെതിരെ ഉന്നയിച്ചത്. ഈ കുപ്പിവെള്ളം ഡ്രൈവർ ക്യാബിന് മുന്നിൽ സൂക്ഷിച്ചത് എന്നുള്ളതാണ്. അവർക്ക് നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടും അത് ചെയ്തു എന്ന് ആവർത്തിച്ചാണ് മന്ത്രി രോക്ഷാകുലനായത്. നട റോട്ടിൽ വെച്ച് ഇവരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ചൊരിയുന്ന സാഹചര്യം ഇത് വലിയ വിമർശനത്തിനിടയാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇവരെ തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റി ഉത്തരവാവുകയും ചെയ്തു. 3 ജീവനക്കാർക്കെതിരെയാണ് നടപടിയെടുത്തത്. ഈ നടപടി റദ്ദു ചെയ്തു എന്നുള്ള ചില വാർത്തകളൊക്കെ രാവിലെ വന്നെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല. KSRTC CMD അടക്കം വന്നത് റദ്ദു ചെയ്തിട്ടില്ല. 2 ദിവസത്തെ സാവകാശം മാത്രമാണ് അവർക്ക് മാറാൻ നൽകിയതെന്ന് അടക്കമുള്ള വിശദീകരണം നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ട്രാൻസ്പോർട്ട് സംഘടനയായിട്ടുള്ള TDF വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹർജി, ഇവരുടെ ഈ ഒരു നടപടി സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുവാനും ഒപ്പം നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്തെ KSRTC ഭവനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് അതുമായി സംബന്ധിച്ച വാർത്താ കുറിപ്പ് TDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ നടപടിയുമായി KSRTC മുന്നോട്ട് പോവുകയാണ്. ഒപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധവും മറുവശത്ത് നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന, അതെ, ഗതാഗത മന്ത്രി ഇടപെട്ട് നടപ്പാക്കിയ ഒരു നടപടി, ആ നടപടി ഇപ്പോൾ കോടതി കയറുകയാണ്. വിവരങ്ങൾ നൽകിയത് റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന്. കൂടുതൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.